morning. I'm Adityan PM and I'm going to present a seminar on the topic registers and flag. അപ്പം എന്താണ് ഈ registers? Registers are a type of computer memory used to quickly accept, store, and transfer data and instructions that are being used immediately by the CPU. The registers used by the CPU are often termed as processor registers. അതായത് രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിലൊരു മെമ്മറിയാണ്. അത് സി പി യുവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഡാറ്റ ഇൻസ്ട്രക്ഷന് പെട്ടെന്ന് ആക്സെപ്റ്റും സ്റ്റോറും ട്രാൻസ്ഫറും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സി പി യുവിൽ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സിന് നമ്മൾ പ്രോസസ്സർ രജിസ്റ്റർ എന്ന് പറയും. എ പ്രോസസ്സർ രജിസ്റ്റർ മേ ഹോൾഡ് ഇൻസ്ട്രക്ഷൻ, എ സ്റ്റോറേജ് അഡ്രസ് ഓർ എനി ഡാറ്റ. പ്രോസസ്സർ രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷനും സ്റ്റോറേജ് അഡ്രസ്സും ഡാറ്റയൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടാവുക. Computer needs processor registers for manipulating data and a register for holding a memory address. The register holding the memory location is used to calculate the address of the next instruction after the execution of the current instruction is completed. കമ്പ്യൂട്ടറിന് പ്രോസസ്സർ രജിസ്റ്റർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ മാനിപ്പുലേഷനും പിന്നെ ഒരു മെമ്മറി അഡ്രസ്സ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കമ്പ്യൂട്ടറിന് മെയിനായിട്ടും പ്രോസസ്സർ രജിസ്റ്റർ വേണ്ടത്. മെമ്മറി ലൊക്കേഷൻ കൊണ്ടിട്ടുള്ള രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം കറണ്ടായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. അടുത്തത് there are mainly two type of register: internal register and processor register. Second, user accessible register. Mainly രണ്ട് type of registers ആണുള്ളത്: internal register ഉം user accessible register ഉം. Internal register or processor register. As the name suggests, these type of registers are used in the processor internally. Internal registers are also known as processor register. These registers are used by CPU to perform various operations or during the different phase of instructions such as fetch, decode, and execute. This is the function of register which belong to microprocessor. ഈ രജിസ്റ്റേഴ്സ് പ്രോസസ്സറിൽ ഇൻറ്റേർണലായിട്ട് യൂസ് ചെയ്യാൻ രജിസ്റ്റേഴ്സാണ് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് നമ്മൾ പറയുന്നത്. ഈ രജിസ്റ്റേഴ്സിന് പ്രോസസ്സർ ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് അല്ല ഓൾസോ നോൺ ആസ് പ്രോസസ്സർ രജിസ്റ്റേഴ്സ്. ഇത് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത് പെർഫോം വേരിയസ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ്റെ ഡിഫറെൻറ്റ് ഫേസസിൽ നമ്മൾ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. സച്ച് ആസ് ഫെച്ച്, ഡീകോഡ്, എക്സിക്യൂട്ട് എന്നീ ഡിഫറെൻറ്റ് ഫേസസിൽ വേണ്ടി നമ്മൾ ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടാണ് ഇൻറ്റേർണൽ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. Fetch. During the fetch phase, an instruction is fetched from the memory. ഫെച്ചിൽ പറഞ്ഞാൽ ഫെച്ച് ഫേസിൽ ഇൻസ്ട്രക്ഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ് മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യാൻ മെമ്മറിയിൽ നിന്ന്. Decode. Once the instruction is fetched from the memory, after that instruction is decoded so that instruction can be interpreted. In this phase, CPU finds out that the operation to be performed and this operation is denoted by an opcode. Decode പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് മെമ്മറിയിൽ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്ന ശേഷം ഇൻസ്ട്രക്ഷൻ നമ്മൾ ഡീകോഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫേസിൽ സി പി യുവിന് സി പി യു ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ആ ഓപ്പറേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഓപ്കോഡ്. എക്സിക്യൂട്ട്. Once the operation is identified during the decoding phase, then the arithmetic and logical unit perform that operation and the result is stored in memory, from where the result is displayed to the user. Once the operation identified during decoding phase, operation identify ചെയ്തതിനു ശേഷം
അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, അതായത് ALU ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യും. എന്നിട്ട് ആ റിസൾട്ട് മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അവിടെ നമുക്ക് യൂസറിന് ഡിസ്പ്ലേ ചെയ്യാം റിസൾട്ട്. Here the data and instruction are fetched internally and are sent to the processor directly within the processor. ഇവിടെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷനും ഡാറ്റ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഇന്ത്യയിലായിട്ട് ഡാറ്റ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് നമ്മൾ പ്രോസസ്സറിലേക്ക് ഡയറക്റ്റായിട്ട് സെൻഡ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് ഇൻ മൈക്രോ പ്രോസസ്സേഴ്സ് ആർ ആസ് ഫോളോസ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സറിൽ ആണ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ, മെമ്മറി അഡ്രസ് രജിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, മെമ്മറി ബഫർ രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ അല്ലെങ്കിൽ MDR, ലാസ്റ്റ് അക്യുമുലേറ്റർ. നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ രജിസ്റ്റർ. Program counter register holds the address of the next instruction to be fetched. The instruction is fetched from the address specified by the program counter. Program counter registerൽ കണ്ടുപിടിക്കുന്നത് അടുത്ത ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അഡ്രസ്സായിരിക്കും നമ്മൾ കൊണ്ടിട്ടുണ്ടാവുക. Once the instruction is fetched, then the value with each operating program counter increments its value. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ഈച്ച് ഓപ്പറേറ്റിംഗ് അതിൻ്റെ വാല്യൂ ഇൻക്രിമെൻ്റ് ആവും. മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ദി അഡ്രസ് സ്പെസിഫൈഡ് ബൈ എസ് PC first goes to another register known as memory address register. CPU finds this address from memory address register to read the instruction or data from the memory. മെമ്മറി അഡ്രസ്സിൻ്റെ PC പറഞ്ഞു കൊടുക്കുന്ന അതായത് PC അല്ലെങ്കിൽ പ്രോഗ്രാം കൗണ്ടർ പറയുന്ന അഡ്രസ് സ്പെസിഫൈ ചെയ്യുന്ന അഡ്രസ്സ് ആദ്യം പോകുന്നത് മറ്റൊരു രജിസ്റ്ററായ മെമ്മറി അഡ്രസ് രജിസ്റ്ററിലാണ്. ഇവിടുന്ന് CPU അഡ്രസ്സിനെ കണ്ടുപിടിക്കും മെമ്മറി അഡ്രസ് രജിസ്റ്ററിന് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡാറ്റ from the memory read ചെയ്യാൻ വേണ്ടിയിട്ട്. If CPU wants to write some data in memory, then at which address this data will be written, then this address is also specified by the memory address register. CPU-ന് ഇപ്പോൾ ഒരു ഡാറ്റ മെമ്മറിയിൽ റൈറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഏതൊരു അഡ്രസ്സിലാണ് ഡാറ്റ റൈറ്റ് ചെയ്യുന്നത് ആ അഡ്രസ്സ് ഈസ് ഓൾസോ സ്പെസിഫൈഡ് ബൈ മെമ്മറി അഡ്രസ് രജിസ്റ്റർ. ഇറ്റ് മീൻസ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ simply store the address from which CPU needs to fetch instruction or data, and also store the data where the data will be stored in memory. അതായത് മെമ്മറി അഡ്രസ് രജിസ്റ്റർ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. CPU-ന് ഫെച്ച് ചെയ്യാൻ ഇൻസ്ട്രക്ഷനോ ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ളതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യും. ആൻഡ് ഓൾസോ സ്റ്റോർസ് ദി അഡ്രസ് where the data will be stored in memory. Next, instruction register. Once the instruction is fetched from the memory, then the fetched instruction is stored in the instruction register. Decoder is connected with this instruction register and decode the fetch instruction. Once instruction മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്തതിന് ശേഷം ഈ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലാണ്. ഡീകോഡർ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഡീകോഡർ ഈ ഫെച്ച് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. മെമ്മറി ബഫർ രജിസ്റ്റർ MBR. This register is used for buffering of the memory so that instruction is not halted abruptly to the processor. ഇത് ഈ മെമ്മറി ബഫർ അഡ്രസ് രജിസ്റ്റർ യൂസ് ചെയ്യുന്നത് ബഫറിങ്ങിന് വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ പ്രോസസ്സറിൽ ഇൻസ്ട്രക്ഷൻ തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടി. മെമ്മറി ഡാറ്റ രജിസ്റ്റർ MBR. When an instruction is decoded, then we get the information about opcode, mode and address field. This address field provides the information either directly or indirectly about the address of the operand.
ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്താൽ നമുക്ക് ഓപ്പോഡും മെമ്മറി മോഡും അഡ്രസ് ഫീൽഡിനെ പറ്റിയ ഇൻഫർമേഷൻ കിട്ടും. ഈ അഡ്രസ് ഫീൽഡ് നമുക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഓപ്പറൻ്റ് അഡ്രസ്സിൻ്റെ ഇൻഫർമേഷൻ തരും. When the operand address is found out, the operand is fetched from that address, and this operand is stored in a register known as memory data register. ഓപ്പറൻറ്റിൻ്റെ അഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറൻറ്റ് ഫെച്ച് അഡ്രസ്സിൽ തന്നെ ഈ ഫെച്ച് ഫ്രം ദാറ്റ് അഡ്രസ്സ് തന്നെ നമ്മൾ ഫെച്ച് ചെയ്യും. അതിനുശേഷം ഓപ്പറൻറ്റ് സ്റ്റോർ ചെയ്യുന്നത് ഒരു രജിസ്റ്ററിലാണ്. രജിസ്റ്ററിൻ്റെ പേരാണ് മെമ്മറി അഡ്രസ് രജിസ്റ്റർ, മെമ്മറി ഡാറ്റ രജിസ്റ്റർ. അതിനാണ് മെമ്മറി ഡാറ്റ രജിസ്റ്റർ എന്ന് പറയുന്നത്. അക്യുമുലേറ്റർ. An accumulator is a type of register that are used by CPU. This accumulator acts as a temporary storage location which holds an intermediate value in mathematical and logical calculation. അക്യുമുലേറ്റർ എന്ന ടൈപ്പ് രജിസ്റ്റർ തന്നെയാണ്. അതിൽ ഒരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇതിൽ മാത്തമാറ്റിക്കൽ ലോജിക്കൽ കാൽക്കുലേഷനിലെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അടുത്തത് ഇതിൻ്റെ തന്നെ സെക്കൻഡാണ് യൂസർ ആക്സസിബിൾ രജിസ്റ്റർ. The second type of register is important for computer architecture in enabling the accessing of instruction and fetch signal. These registers are also known as general purpose register. It has a larger size as compared to internal register. Hence, these registers stores and perform operations larger than internal registers. ഈ രജിസ്റ്ററിന് നമ്മൾ വേറെ പറയുന്ന പേരാണ് ജനറൽ പർപ്പസ് രജിസ്റ്റർ. ഈ രജിസ്റ്ററിൻ്റെ സൈസ് ഇൻ്റേണൽ രജിസ്റ്ററിനെ കമ്പയർ ചെയ്ത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ രജിസ്റ്റർ സ്റ്റോറിങ് പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ഇൻ്റേണൽ രജിസ്റ്ററിനെക്കാട്ടും കൂടുതലായിരിക്കും. Despite being larger in size in terms of memory, these registers take a longer time than the taken usually by the internal register in performing operation. ഈ രജിസ്റ്റർ ഇൻ്റേണൽ രജിസ്റ്ററിനെക്കാട്ടും ടൈം കൺസ്യൂമിംഗ് ആണ്. ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ട ടൈം കൺസ്യൂമിംഗ് അധികമാണ് യൂസർ ആക്സസ് രജിസ്റ്ററിന്. These register include data registers responsible for temporarily storing data being transmitted from one peripheral device to another. ഈ രജിസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡാറ്റ രജിസ്റ്റേഴ്സ് ആണ്. അതായത് ടെമ്പറലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാൻ. ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ. അടുത്തത് ഫ്ലാഗാണ്. അടുത്ത ടോപ്പിക് ഫ്ലാഗ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് രജിസ്റ്റർ ഈസ് വൺ ഓഫ് ദി സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. The flag bits are changed to 0 and 1 depending upon the value of the result after arithmetic or logical operation. 8086 has 16-bit flag registers and there are 9 valid flag bits. The format of flag register ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫ്ലാഗ് രജിസ്റ്റർ ഒരു സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്ററാണ്. ഫ്ലാഗ് രജിസ്റ്ററിൽ മെയിനായിട്ട് 0 1 ചേഞ്ച് ചെയ്യുന്ന ഡിപ്പെൻഡ് ചെയ്യുന്നത് അരിത്തമാറ്റിക്കും ലോജിക്കൽ ഓപ്പറേഷൻ റിസൾട്ടിൻ്റെ വാല്യൂ അനുസരിച്ചാണ് ഫ്ലാഗിൻ്റെ 0 1 ചേഞ്ച് ചെയ്യുക. 8086 രജിസ്റ്ററിൽ ഫ്ലാഗ് രജിസ്റ്ററിൽ മൈക്രോ പ്രൊസസ്സറിൽ 16-ബിറ്റ് ഫ്ലാഗ് രജിസ്റ്റർ ആണുള്ളത്. 9 അതിൽ തന്നെ 9 വാല്യൂ ഫ്ലാഗ് ബിറ്റ്സ് കൊടുക്കും. അതിലൊരു ഫ്ലാഗ് ബിറ്റ്സിനെയാണ് നമ്മൾ ഫോർമാറ്റ് ഫ്ലാഗ് രജിസ്റ്റർ ആണ് കാണിക്കുന്നത്. 8086 ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ ഫോർമാറ്റാണ് താഴെ കാണിക്കുന്നത്. അതിൽ തന്നെ ടൈപ്പ് ഉള്ളത് ഫ്ലാഗ് രജിസ്റ്ററിൽ status flag. In 8086 there are 6 different flags which are set or represent after 8-bit or 16-bit operation. These flags and their functions are listed here.
അല്ലെങ്കിൽ സ്റ്റാറ്റസ്